പ്രിയമുള്ളവരെ, ഈ ജൂലൈ 1 രാജ്യത്തെ നീതിന്യായ രംഗത്ത് പുതിയ 3 നിയമങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഈ സുപ്രധാനമായ മാറ്റം വന്നത് രാജ്യത്ത് ഇതുവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സുപ്രധാനമായ 3 നിയമങ്ങൾ കേന്ദ്ര സർക്കാർ റദ്ദു ചെയ്യുകയും പകരം പുതിയ 3 നിയമങ്ങൾ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇന്ത്യൻ ശിക്ഷാ നിയമം 1860 പാസ്സാക്കപ്പെട്ടതാണ്. അതിനു പകരം ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഇന്ത്യയുടെ ക്രിമിനൽ നടപടിക്രമം 1973 പാസ്സാക്കപ്പെട്ടതാണ്. അത് മാറ്റി അതിനു പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS എന്ന നിയമം പാസ്സാക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ തെളിവ് നിയമം ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 പാസ്സാക്കപ്പെട്ടതാണ്. അത് മാറ്റി പകരം ഭാരതീയ സാക്ഷ്യ അധിനിയം BSA എന്നീ നിയമവും പ്രാബല്യത്തിൽ വന്നു. ഇതുവരെയുള്ള ഇന്ത്യയുടെ നീതിന്യായ രംഗത്ത് അതിൽ തന്നെ പ്രത്യേകമായി ക്രിമിനൽ നിയമരംഗത്ത് സുപ്രധാനമായ മാറ്റമാണ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമം IPCയിൽ 511 വകുപ്പുകളിൽ 23 വകുപ്പ് ഒഴിവാക്കി പകരം 24 വകുപ്പ് അതിൽ ചേർക്കപ്പെട്ടു. അത്ര മാറ്റമേ IPCയിലുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യൻ തെളിവ് നിയമത്തിൻ്റെയും ക്രിമിനൽ നടപടിക്രമ നിയമത്തിൻ്റെയും 95% ഭാഗങ്ങളും കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്താണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും ഭാരതീയ സാക്ഷ്യ അധിനിയമവും തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഈ പറഞ്ഞതിൽ നിന്ന് കാതലായ മാറ്റം ഈ നിയമങ്ങളില്ല എന്നൊരു തോന്നലുണ്ട്. ഏതാണ്ടൊക്കെ അത് ശരിയുമാണ്. അതായത് കാതലായ മാറ്റങ്ങളില്ലാതെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 23 വകുപ്പുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു, 24 വകുപ്പുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നല്ലാതെ മറ്റൊന്നും കാര്യമായ മാറ്റങ്ങളില്ല. അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ പേര് മാത്രം, അതായത് ഭാരതീയത എന്ന വാക്കും മറ്റ് സംസ്കൃത വാക്കുകൾ നിയമത്തെ വിശേഷിപ്പിക്കാനും വന്നു എന്നതു മാത്രമാണ് ഈ നിയമത്തിൽ വന്ന മാറ്റം എന്ന് ചിലരെങ്കിലും തുടക്കത്തിൽ കരുതാനിടയായിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമങ്ങളിലെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗങ്ങൾ, അല്ലെങ്കിൽ പഴയ നിയമങ്ങൾ പലതും അതേപടി ചേർത്ത് കുറച്ച് കൂട്ടിച്ചേർക്കപ്പെട്ടു. അപ്പോൾ ആ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗങ്ങൾ പ്രത്യേകമായി എടുത്തു പരിശോധിച്ചാൽ എന്തിനാണ് ഇത് കൊണ്ടുവന്നത്, എന്താണ് ഉദ്ദേശം എന്നുള്ളത് വ്യക്തമാക്കും. അങ്ങനെ പരിശോധിച്ചാൽ BJP രാജ്യത്ത് കൊണ്ടുവന്ന ജനാധിപത്യ നിഷേധത്തിൻ്റെയും പൗരാവകാശ ധ്വംസനത്തിൻ്റെതുമായ നിയമങ്ങളുടെ ഒരുപിടി നിയമങ്ങളുണ്ട്. ആ പട്ടികയിൽ ഒടുവിലെത്തതാണ് ഇതെന്ന് കാണാൻ കഴിയും. അല്ലെങ്കിൽ ആ പട്ടികയോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഈ നിയമങ്ങൾ. ഇന്ത്യയിലെ തടങ്കൽ പാളയങ്ങളിൽ നിരവധി സ്റ്റാൻ സ്വാമിമാർ നരകയാതന അനുഭവിച്ചതിനിടയാക്കിയൊരു നിയമമാണ് UAPA. സ്റ്റാൻ സ്വാമിയുടെ രക്തസാക്ഷിത്വം ഉണ്ടായിട്ടും അതിനെതിരെ ലോകാഭിപ്രായം, ജനരോഷം വലിയ തോതിൽ ഉയർന്നിട്ടും UAPA എന്ന് പറയുന്ന ഡ്രാക്കോണിയൻ നിയമത്തിന് കൂടുതൽ ശക്തമാക്കി പല്ലും നഖവും നൽകുന്ന ഭേദഗതി കൊണ്ടുവരാൻ BJP തയ്യാറായി നമുക്കറിയാം. അതുപോലെ NIA ഭേദഗതി കൊണ്ടുവന്നു. സംസ്ഥാന ഗവൺമെൻറ്റുകളോട് ആലോചിക്കാതെ NIAക്ക്
UAPA കേസ് രജിസ്റ്റർ ചെയ്യാം. ഇനി ഏതെങ്കിലും വ്യക്തികളെ മാത്രമല്ല സംഘടനകളെയും ഭീകരവാദികളെയും മുദ്രകുത്താം. ഈ നിയമങ്ങൾ പോലെ തന്നെ പിന്നീട് കൊണ്ടുവന്ന നിയമം നമുക്കറിയാം. കാശ്മീരിലെ ഒരു തങ്ങളുടെ സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം കാശ്മീർ ജനതയ്ക്ക് നിഷേധിച്ചു. ആ സംസ്ഥാനത്തിൻ്റെ അഭിപ്രായം ചോദിക്കാതെ തന്നെ ആ സംസ്ഥാനത്തെ മൂന്നായി കേന്ദ്രഭരണ പ്രദേശമായി വിഭജിച്ചു. ഇപ്പോഴും തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ജനരോഷത്തിൽ പരാജയപ്പെട്ട 3 കാർഷിക ബില്ലുകളുടെ ജനവിരുദ്ധ സ്വഭാവം നമുക്കറിയാം. തൊഴിലാളികളുടെ പ്രാഥമികമായ അവകാശം 8 മണിക്കൂർ ജോലി 8 മണിക്കൂർ വിശ്രമം എന്നെല്ലാമുള്ള ചിരകാലമായ തൊഴിലാളികളുടെ അവകാശം ഹനിക്കപ്പെടുന്ന ലേബർ കോഡുകൾ കൊണ്ടുവന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ BJPയുടെ വാട്സപ്പ് പ്രചാരണമായിരുന്നതും എന്നാൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതുമായ ഒന്നായിരുന്നു ലവ് ജിഹാദ്. ആ വ്യാജ പ്രചാരണങ്ങൾ അടിസ്ഥാനപ്പെടുത്തി BJP നേതൃത്വം കൊടുക്കുന്ന എല്ലാ സംസ്ഥാന സർക്കാരുകളും ലവ് ജിഹാദ് നിയമം പാസാക്കി. കാലിക്കച്ചവടവും മാട്ടിറച്ചിയും കുറ്റകരമായി, വധശിക്ഷയ്ക്ക് പോലും അർഹമാകുന്ന ഒന്നായി. ഇത്തരം നിയമപരമ്പരകളുടെ ഏറ്റവും ഒടുവിലത്തൊന്നായി നമുക്ക് പരിശോധിച്ചാൽ ജനാധിപത്യ നിഷേധത്തിൻ്റെയും പൗരാവകാശ ദംശനത്തിൻ്റെയും ഉത്തമ ലക്ഷണമായി നമുക്ക് BNSനെയും കാണാൻ കഴിയും. BJP പഴയ നിയമങ്ങൾ അതേപോലെ നിലനിർത്തുകയും പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത നിയമങ്ങളിൽ അവർ ഒളിച്ചു കിടത്താൻ ശ്രമിച്ചത് പൗരാവകാശ നിഷേധമാണ് എന്ന് കാണാൻ കഴിയും. 2022 മെയ്യിൽ സുപ്രീം കോടതി രാജ്യദ്രോഹ കുറ്റം കേന്ദ്ര ഗവൺമെൻറ്റിനോട് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുകയും പുനഃപരിശോധിക്കപ്പെടും വരെ അത് മരവിപ്പിക്കുകയും ചെയ്തു. രാജ്യദ്രോഹ കുറ്റം 124A IPC. ഏത് സാഹചര്യത്തിലാണ് സുപ്രീം കോടതി അത് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം. സുപ്രീം കോടതി അതിനെ വിളിച്ചത് അല്ലെങ്കിൽ നിരീക്ഷിച്ചത് കൊളോണിയൽ ഭരണത്തിൻ്റെ ബാക്കി പത്രമാണ് 124A IPC എന്നാണ്. രാജ്യത്ത് രാജ്യദ്രോഹത്വം എന്ന് പറഞ്ഞ് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടൊരു കാലത്താണ് സുപ്രീം കോടതി 124A മരവിപ്പിച്ചതെന്ന് ശ്രദ്ധേയമാണ്. എതിർ ശബ്ദങ്ങളെ BJP വിരുദ്ധമായ പ്രക്ഷോഭങ്ങളെ എല്ലാം രാജ്യദ്രോഹത്തിൻ്റെ പട്ടികയിൽപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഒരു കാലത്താണ് സുപ്രീം കോടതി അത് പറഞ്ഞത്. പുതിയ BNSൽ 124A ഇല്ല. എന്നാൽ 152 എന്ന് പറയുന്നൊരു വകുപ്പ് അതിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. എന്താണ് 152 പറയുന്നത്? മറ്റൊരു രീതിയിൽ രാജ്യദ്രോഹത്തെ എന്ന് പറയുന്ന വകുപ്പിനെ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. 124A എന്ന് പറയുന്ന വകുപ്പ് ഇതിനേക്കാൾ മാരകമായ ഒന്നാണ്. കൂടുതൽ ഡ്രക്കോണിനായ കാടനായ നിയമമാണ് 152 BNS. നേരത്തെ സെഡീഷൻ നിയമത്തിൽ IPCയിൽ ഉണ്ടായിരുന്നത് ഭരണകൂടത്തോട് കൂറില്ലാതാക്കും വിധമുള്ള പ്രവൃത്തി രാജ്യദ്രോഹമായി പരിഗണിച്ചിരുന്നു. അതാണ് അങ്ങനെ പരിഗണിച്ചത്. എന്നാൽ പുതിയ നിയമത്തിൽ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും പരമാധികാരത്തിനും വിഘാതമാകുന്ന എന്തും രാജ്യദ്രോഹ കുറ്റമായി പരിഗണിക്കാവുന്ന ഒന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യത്തിൻ്റെ ഐക്യത്തിന് യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റിയാണ്. ഈ സോവറിനിറ്റി എന്താണെന്നോ യൂണിറ്റി എന്താണെന്നോ ഇൻറ്റഗ്രിറ്റി എന്താണ് ഉദ്ദേശിക്കുന്നതെന്നോ നിയമത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് നടപടിയെയും ആ നിലയിൽ വ്യാഖ്യാനിക്കാവുന്ന ഒന്നാണ്. ഉദാഹരണത്തിന് സെഡീഷൻ നിയമത്തിൽ ഡിസഫെക്ഷൻ, രാജ്യത്തോടുള്ള കൂറ്, ഭരണകൂടത്തോടുള്ള കൂറ് ഇല്ലാതാക്കുന്ന നിയമങ്ങളാണ് എന്ന് പറയുന്നതിന് എന്നാണെങ്കിൽ 152 വകുപ്പിൽ BNSൽ പറയുന്നത് ഐക്യമാണ് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കുന്ന ഏതെങ്കിലും ഒരു നിയമം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രക്ഷോഭം കൂട്ടുന്നതോ അല്ലെങ്കിൽ അതിനെതിരെ പ്രചാരണം നടത്തുകയോ ചെയ്യുമെങ്കിൽ ഇന്ത്യയുടെ ഐക്യം തകർക്കുന്ന ഒന്നാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സാധാരണ നിലയിലുള്ള ചില വർഗീയ കലാപങ്ങളോ അതല്ലെങ്കിൽ മറ്റു ചില ഏറ്റുമുട്ടലുകളോ പോലീസുമായോ കേന്ദ്ര സേനകളുമായോ പട്ടാളമായോ ഏറ്റുമുട്ടൽ, നമുക്കറിയാം വർഗീയ കലാപം ഉണ്ടാകുമ്പോഴെല്ലാം അങ്ങനെ സംഭവിക്കാറുണ്ട്. പോലീസും മറ്റുമായി ഏറ്റുമുട്ടൽ ചെറിയ കലാപമാണ്. പക്ഷേ
അത് രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരാണെന്ന് വ്യാഖ്യാനം നൽകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വന്നാൽ സാധാരണഗതിയിലുള്ള സമരങ്ങളോ കലാപങ്ങളോ എല്ലാം തന്നെ രാജ്യദ്രോഹത്തിൻ്റെ പട്ടികയിലേക്ക് എളുപ്പം കയറ്റാൻ കഴിയും. നമുക്ക് അറിയാം, കാർഷിക മേഖല സമരം നടന്നപ്പോൾ ആ കർഷക സമരത്തെ വിളിച്ചത് രാജ്യദ്രോഹം എന്നാണ്. ഇന്ത്യയുടെ പരമാധികാരത്തിനെതിരാണെന്ന് പലതവണ BJP നേതാക്കന്മാർ അത് പറഞ്ഞിട്ടുണ്ട്. വിദേശ ഫണ്ട് വാങ്ങിയാണ് കാർഷിക സമരങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പരമാധികാരത്തിനെതിരായി, രാജ്യത്തിൻ്റെ ഐക്യത്തിനെതിരായി, ദേശീയോദ്ഗ്രഥത്തിനെതിരായി വ്യാഖ്യാനിച്ച് നടപടിയെടുക്കാനുള്ള സാധ്യത ഈ 152 വകുപ്പ് നൽകുന്നു. BJP പറഞ്ഞത് എന്താണ്? കൊളോണിയൽ മുഖം അല്ലെങ്കിൽ കൊളോണിയൽ ലെഗസി ഒഴിവാക്കുകയാണ് ഈ നിയമങ്ങൾ വഴി ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. കൊളോണിയൽ ലെഗസി ഒഴിവാക്കുകയല്ല, മറിച്ച് ബ്രിട്ടീഷ് കൊളോണിയൽ പാരമ്പര്യത്തെ തങ്ങളുടെ കഴുത്തിൽ കയറ്റി വെക്കുകയാണ് അമിത്ഷായും മോഡിയും ഈ നിയമനിർമ്മാണത്തിലൂടെ ചെയ്തിട്ടുള്ളത്. ബ്രിട്ടീഷ് കൊളോണിയൽ നിയമം തങ്ങൾക്കെതിരായ നയങ്ങളെ അടിച്ചമർത്താനും ആളുകളെ പിടിച്ച് ജയിലിലിടാനും ഉള്ള അവസരം ആയി ഈ നിയമം കൊണ്ടുവന്നെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആ നിയമം കൂടുതൽ തീക്ഷണമായ നിലയിൽ നടപ്പാക്കാൻ, പഴയ നിയമത്തിൽ രാജ്യദ്രോഹ കുറ്റത്തിനുള്ള ശിക്ഷയായി 3 വർഷം മുതൽ ജീവപര്യന്തം വരെയാണ് നൽകിയിട്ടുള്ളത്. പുതിയ നിയമത്തിൽ ഇത്തരം ആക്ഷേപങ്ങൾക്ക് വിധേയായി ജയിലിൽ പോകേണ്ടി വരുന്നൊരു മനുഷ്യന് 7 വർഷം മുതൽ ജീവപര്യന്തം വരെ എന്ന് കൂടുതൽ കർക്കശമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിക്കവേ അമിത്ഷാ പറഞ്ഞത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള സെഡീഷൻ നിയമം രാജ്യദ്രോഹ കുറ്റം എടുത്തു കളഞ്ഞുവെന്നാണ്. BNS-ലൂടെ അത് തിരികെ കൊണ്ടുവരികയാണ്. നിങ്ങൾ നോക്കൂ, സുപ്രീം കോടതി പൗരാവകാശത്തിന് വേണ്ടി കൊളോണിയൽ മുഖം വലിച്ചെറിയുന്നതിന് വേണ്ടി ഒരു അനുഗ്രഹം പോലെ നമുക്കനുകൂലമായി പാസാക്കിയ വിധിയെപ്പോലും വളഞ്ഞ വഴികളുടെ മറികടന്ന് ജനങ്ങളെ ജയിലിടാൻ, എങ്ങനെ ജയിലിലിട്ട് ഭരിക്കാമെന്ന് ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ പാരമ്പര്യത്തെ അതേ നിലയിൽ സ്വീകരിക്കുകയാണ് ആ മോഡിയും അമിത്ഷയും ചെയ്യുന്നത് എന്ന് വ്യക്തം. ക്രിമിനൽ നടപടിക്രമം 1973 പാസ്സാക്കപ്പെട്ടത്. അത് രാജ്യത്തെ നിയമ നടപ്പാക്കുന്നതിൽ ഉള്ള പ്രായോഗിക അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാസ്സാക്കപ്പെട്ടതാണ്. അതിന് 1973 പാസ്സാക്കപ്പെട്ട നിയമത്തിന് അതുകൊണ്ട് തന്നെ കൊളോണിയൽ ലെഗസി വലിയ തോതിലൊന്നും ഉണ്ട് എന്ന് പറഞ്ഞുകൂടാ. രാജ്യത്ത് കോളനി ഭരണം ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായും അതിനനുസരിച്ച് ഉള്ള ചില മുദ്രകൾ നമ്മുടെ CRPC-യിലുണ്ട്. പക്ഷേ CRPC 1973 പാസ്സാക്കപ്പെടുമ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷമുള്ള നീതിന്യായ സംവിധാനം വന്നതിന് ശേഷമുള്ള അത് നടപ്പിൽ വരുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രായോഗിക അനുഭവങ്ങൾ, കോടതികൾ, സുപ്രീം കോടതിയും ഹൈക്കോർട്ടുകളും അത് സംബന്ധമായി നടത്തിയിട്ടുള്ള നിരവധി വിധിന്യായങ്ങൾ, അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ പാസ്സാക്കപ്പെടുകയും കൂടാതെ 1973 പാസ്സാക്കപ്പെട്ടതിന് ശേഷം നിരവധിയായ ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷനുകളുടെ, അതായത് വിവിധ ഹൈക്കോർട്ടുകളും സുപ്രീം കോടതികളും 1973 ക്രിമിനൽ നടപടിക്രമം സംബന്ധിച്ച നിയമങ്ങളും വകുപ്പുകളിലും പലതവണ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ശരിയായത് ഏത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ആ CRPC-യിലെ വകുപ്പുകൾ നിയമരംഗം കൈകാര്യം ചെയ്യുന്ന വക്കീലന്മാർ മുതൽ മജിസ്ട്രേറ്റുമാർ, താഴെ തടിയിലുള്ള മജിസ്ട്രേറ്റുമാർ തുടങ്ങി മേലെയുള്ള ജഡ്ജിമാർ വരെയുള്ളവർക്ക് തീർച്ചയും വ്യക്തതയും ഉണ്ടാക്കിയിട്ടുണ്ട് വിവിധ ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ വഴി. ആ സംവിധാനമാണ് ഇപ്പോൾ പെട്ടെന്നൊരു നിയമനിർമ്മാണത്തിലൂടെ എടുത്തു മാറ്റപ്പെടുന്നത്. CRPC-യിലെ മാറ്റങ്ങളിൽ ക്രിമിനൽ നടപടിക്രമം യഥാർത്ഥത്തിൽ പൗരൻ്റെ ജനാധിപത്യ സംരക്ഷണത്തിന് ഉതകുന്നതാണ്. പൗരാവകാശ സംരക്ഷണത്തിന് അടിസ്ഥാനമായിട്ടുള്ളതാണ്. പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ച്, പോലീസ് ദേഹപരിശോധന ചെയ്യുന്നത് സംബന്ധിച്ച്, ആവാസ സ്ഥലങ്ങളിൽ കയറി പരിശോധിക്കുന്നത് സംബന്ധിച്ച്, സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതിന് സംബന്ധിച്ച്, അങ്ങനെ
പൗരൻ്റെ ജനാധിപത്യമായ അവകാശങ്ങൾക്ക് മേലെ പോലീസിൻ്റെ ഭരണകൂടത്തിൻ്റെ എല്ലാം നടപടികളെ തടയാൻ കോടതികളിലും ജയിലുകളിലും മനുഷ്യാന്തസ് പുലർത്തും വിധം മനുഷ്യർക്ക് ജീവിക്കാൻ എല്ലാമുള്ള നിയമനിഷ്കർഷകളാണ് CRPCയിൽ ഉള്ളത്. ആ നിയമനിഷ്കർഷകളിൽ കൂടുതൽ വിപുലപ്പെടുത്തുകയാണ് കൊളോണിയൽ നുകം ഒഴിവാക്കാൻ എന്ന് പറഞ്ഞ് പാസ്സാക്കപ്പെടുന്ന നിയമങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ എന്താണ് വസ്തുത? കൂടുതൽ പൗരസ്വാതന്ത്ര്യത്തിൻ്റെ ആകാശം വിസ്തൃതമാക്കുന്നതിന് പകരം പൗരാവകാശങ്ങളെ ഹനിക്കുന്ന നടപടിയിലൂടെ പോലീസിന് അമിതാധികാരം കൊടുക്കുകയാണ് പുതിയ BNSSലൂടെ ചെയ്തു വന്നിട്ടുള്ളത്. BNSSൽ പ്രതിയാക്കപ്പെടുന്ന മനുഷ്യൻ്റെ പൗരാവകാശം സംബന്ധിച്ച് അവൻ്റെ ആകാശം വിസ്തൃതമാക്കുന്നതിന് പകരം പോലീസിൻ്റെ അധികാരം വിസ്തൃതമാക്കുകയാണ് പുതിയ നിയമത്തിൽ ചെയ്തിട്ടുള്ളത്. നേരത്തെയുള്ള CRPC പ്രകാരം മജിസ്ട്രേറ്റിന് ഒരവസരം 15 ദിവസത്തിൽ കൂടുതൽ കസ്റ്റഡിയിൽ വെക്കാൻ ഉത്തരവിടാൻ പറ്റില്ല. അതുപോലെ തന്നെ പോലീസ് കസ്റ്റഡിക്ക് 15 ദിവസത്തിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. എന്നാൽ പുതിയ BNSS പ്രകാരം ജൂലൈ 1 മുതൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആരെയും 15 ദിവസത്തിൽ കൂടുതലായി 60-90 ദിവസത്തിനിടയിൽ 15 ദിവസത്തിലായി കൂടുതലായി കസ്റ്റഡിയിൽ വെക്കാൻ മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്നു. മറ്റു തരത്തിൽ ബെയിലിന് അർഹതയുണ്ടെങ്കിൽ പോലും 60 ദിവസത്തിൻ്റെ ഇടയിലും 90 ദിവസത്തിനിടയിലും കൂടുതൽ സീരിയസ് ആയ കുറ്റങ്ങൾക്ക് 90 ദിവസം വരെയാണ്, അല്ലാത്തത് 60 ദിവസം. ആ ദിവസങ്ങൾക്കിടയിൽ 15 ദിവസത്തിൽ കൂടുതലായി അവരെ കസ്റ്റഡിയിൽ വെക്കാൻ ഉത്തരവിടാൻ കഴിയുന്നു. പൗരാവകാശത്തിൻ്റെ മേഖല വിസ്തൃതമാവുകയല്ല, ചുരുങ്ങുകയാണ്. അതിനേക്കാൾ വലിയ കാര്യം UAPA നിയമം വഴി അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റങ്ങളുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ നേരിടുന്നതിനാണ് UAPA നിയമം. ആ UAPA നിയമത്തിൽ കേസെടുക്കാൻ കഴിയുന്നതായി പറഞ്ഞിട്ടുള്ള പല നിയമങ്ങളും പുതിയ BNSൽ ആവർത്തിക്കുന്നു. അതുകൊണ്ട് എന്താ ബുദ്ധിമുട്ട്? അതുകൊണ്ട് UAPAയിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദം ആരോപിച്ച് ആരെ വേണമെങ്കിലും ഏത് ലോക്കൽ പോലീസിനും BNS പ്രകാരം കേസെടുക്കാം. UAPA പ്രകാരമാണെങ്കിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്, SP തലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്, ഹൈ ഒഫീഷ്യലിനാണ് UAPA നിയമപ്രകാരം കേസെടുക്കുക. എന്നാൽ BNSൽ അതേ കുറ്റത്തിന് ഏത് ലോക്കൽ പോലീസിനും കേസെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ BNSൽ UAPAയിൽ ഗവൺമെൻറ് സാങ്ഷൻ വേണം. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അരുന്ധതി റോയ്ക്കെതിരെ കേസെടുക്കുന്നതിന് വേണ്ടി ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകി. ആ അനുമതി നൽകണം ഗവൺമെൻറ്. അങ്ങനെ ഒരു ചെക്കിംഗ്, സെക്യൂരിറ്റി ഈ നിയമത്തിൽ BNS പ്രകാരം അതേ കുറ്റങ്ങൾ കേസെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു അനുമതിയുടെ ആവശ്യമില്ല. സ്വാഭാവികമായും നമ്മൾ കുറേ കാലമായി ഈ സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്നു, എല്ലാ സ്ഥലത്തും BJPയുടെ നേതാക്കന്മാർ പ്രസംഗിക്കുന്നത് എതിർ ശബ്ദങ്ങളെ, BJPക്കെതിരായി പറയുന്നവരെ, BJPക്കെതിരായി പ്രക്ഷോഭത്തിലുള്ളവരെ, ജനാധിപത്യവാദികളെ എല്ലാം അർബൻ നക്സലുകളാണ്, അവർ രാജ്യദ്രോഹികളാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. UAPA എന്ന് പറയുന്ന നിയമം പ്രകാരം അവർക്കെതിരെ കേസെടുക്കുന്ന ഒരു പക്ഷേ സങ്കീർണമാണെങ്കിൽ ആജ്ഞാനുവർത്തികളായ ലോക്കൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ആർക്ക് വേണമെങ്കിലും കേസെടുക്കാം, ആർക്കെതിരെ വേണമെങ്കിലും കേസെടുക്കാം. പല സ്ഥലത്തും BJPക്കെതിരെ പറയുന്നവർക്ക് പല സ്ഥലത്തും FIR, ഒന്നിലേറെ പോലീസ് സ്റ്റേഷനുകളിൽ FIR ഇടിച്ച് കേസെടുക്കുന്ന രീതി സ്വീകരിക്കുന്നതാണ് BJP നയം. ഇനി ഏത് ലോക്കൽ പോലീസിന് ഉപയോഗിച്ചും ഇത്തരം കേസെടുക്കാൻ BNS അനുവാദം നൽകുന്നു. UAPAയിൽ കിട്ടുന്ന സംരക്ഷണം, ഞാൻ നേരത്തെ പറഞ്ഞ ഉയർന്ന ഒഫീഷ്യൽ കേസെടുക്കണമെന്നുള്ളത്, ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ വേണമെന്നുള്ളത് മാത്രമല്ല, UAPA പ്രകാരം കേസെടുക്കുന്നത് ഉയർന്ന ജുഡീഷ്യറിയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതെല്ലാം ഈ കാര്യത്തിൽ BNS വഴി കേസെടുക്കുന്ന കാര്യത്തിൽ ആ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതാവാൻ പോവുകയാണ്. എന്ന് വന്നാൽ പൗരൻ്റെ അവകാശങ്ങൾക്ക് നിഷേധിക്കപ്പെടാൻ ഏതു നിലയിലും ഒരു പോലീസ് സ്റ്റേറ്റിലേക്കുള്ള നടത്തമായി BNSനെ കാണാൻ കഴിയും എന്നുള്ളതാണ് പറയാനുള്ളത്.
മറ്റൊന്ന്, ഈ കേസിൽ കോഗ്നിസബിൾ ഒഫൻസുകൾ രജിസ്റ്റർ ചെയ്യാൻ, FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് നിർബന്ധിക്കുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ IPC പ്രകാരം കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഗുരുതരമായ തെറ്റുകളാണ്. അതായത് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കോടതിയുടെ വാറണ്ട് ഇല്ലാതെ തന്നെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകുന്ന കേസുകൾ, കുറച്ചുകൂടി ഗുരുതരമായ കേസുകളിൽ പോലീസിന് അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗുരുതരമായ കേസുകളിൽ ആരെങ്കിലും പരാതിയായി പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചാൽ ഉടനടി പോലീസ് FIR ഇടണം. എന്നാൽ പുതിയ നിയമം ജൂലൈ 1 മുതൽ പോലീസിന് എൻക്വയറി നടത്താൻ അധികാരം നൽകുന്നു, പ്രിലിമിനറി എൻക്വയറി. അങ്ങനെ വന്നാൽ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ഗുരുതരമായ കുറ്റം ആരോപിച്ച് പരാതി കൊടുത്താൽ പോലീസ് എൻക്വയറി എന്ന് പറഞ്ഞ് അത് രജിസ്റ്റർ ചെയ്യാതെ നീട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് കഴിയും. എന്ത് നിയമം സൃഷ്ടിക്കും രാജ്യത്ത്? എന്ത് രീതി സൃഷ്ടിക്കും? പാവപ്പെട്ട ദലിതനായ ഒരു മനുഷ്യൻ, ഉത്തർപ്രദേശ് ദലിതനാന്ന് കരുതുക, ആ സംസ്ഥാനത്തെ അന്തരീക്ഷമനുസരിച്ച് ഏറ്റവും അവഗണിക്കപ്പെട്ട ജനകോടിയിലൊന്നാണ് ദലിതൻ. ആ പരാതി സ്വീകരിക്കാതെ ഉയർന്ന വിഭാഗവുമായി സ്വാധീനമുള്ളവരുമായി ഒത്തുകളിക്കാൻ പോലീസിന് അവസരം നൽകുന്നു. ഇനിമേലിൽ പാവപ്പെട്ടവനും അധസ്ഥിതരുമായ മനുഷ്യർക്ക് ഒരു FIR രജിസ്റ്റർ കിട്ടണമെങ്കിൽ പോലീസിൻ്റെ ദയാദാക്ഷിണ്യത്തിന് നിൽക്കേണ്ടി വരില്ലേ? എന്തിനാണ് അങ്ങനെ ഒരു നിയമം വന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്? എന്ത് വിശദീകരണമാണ് കേന്ദ്ര സർക്കാരിനും BJPക്കും ഉള്ളത്? നേരത്തെ ഇത്തരം നിയമങ്ങൾ പോലീസിന് ഏകാധിപത്യപരമായും അവർ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും കേസുകൾ സെറ്റിൽ ചെയ്യാൻ പരാതിക്കാരനെ നിർബന്ധിക്കുകയും ചെയ്യുന്നതെല്ലാം ശ്രദ്ധയിൽപ്പെട്ട് ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP എന്ന കേസിൽ സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു കോഗ്നിസബിൾ ഒഫൻസിൽ പരാതി വന്നാൽ പോലീസ് ഹാസ് നോ ഓപ്ഷൻ ബട്ട് രജിസ്റ്റർ ഇറ്റ്. പോലീസിന് മറ്റ് ഓപ്ഷനുകളില്ല, അത് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷിക്കുകയുമാണ്. പരാതി തെറ്റാണെന്ന് കണ്ടാൽ പോലീസിന് റെഫർ ചെയ്യാം, പക്ഷേ അത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം. FIR രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്, അത് സംബന്ധിച്ച പ്രഥമ വിവരമാണ്. അതല്ലാതെ അത് വെച്ച് കളിക്കാനോ പോലീസിന് ഉന്നത അധികാരികളുമായോ പോലീസിന് ഉന്നത സ്വാധീനമുള്ളവരുമായി വിലപേശാനോ ഒന്നും യാതൊരു സാധ്യതയും നൽകുന്നില്ല. അതുപോലെ തന്നെ എന്താണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു വിഷയത്തിൽ പെട്ടെന്നുള്ള വിവരണമാണത്, ആദ്യത്തെ വിവരമാണ്. ആ വിവരം അങ്ങനെ പെട്ടെന്ന് നൽകുന്നത് കൊണ്ട് ആരും അതിൽ വെള്ളം ചേർക്കലുകൾ ഉണ്ടാവില്ല, കെട്ടിച്ചമച്ചലുകൾ ഉണ്ടാവില്ല. ഏതെങ്കിലും ആളെ പ്രതിയാക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു സംഭവം നടന്നു, പ്രതിയെ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് വിരോധമുള്ളവനെ പ്രതിയാക്കണമെങ്കിൽ അത് സംബന്ധിച്ചൊരു പുനരാലോചന നടത്തി, ബന്ധപ്പെട്ടവരുടെ ആലോചന നടത്തി ഒരു കള്ളപ്പരാതി എഴുതുമ്പോൾ കുറച്ച് സമയമെടുക്കും. കള്ളപ്പരാതി ഒരുപക്ഷെ പോലീസ് തന്നെ പറയാം, പോലീസ് തന്നെ കള്ളപ്പരാതിക്ക് വഴി കൊടുക്കാം, ഇങ്ങനെ നൽകിയാൽ മതി എന്ന് പറയാം. ഒരു ലോയറെ ബന്ധപ്പെടാം, ഫ്രണ്ട്സിനെ ബന്ധപ്പെടാം. കൂടുതൽ കെട്ടിച്ചമച്ച കഥയോടുകൂടി ഒരു കേസ് കോടതിയിൽ വരാം, പോലീസ് സ്റ്റേഷനിൽ വരാം. അതിന് ഇട കൊടുക്കാതിരിക്കാനാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കട്ടെ, ഒരു പാവപ്പെട്ടവൻ്റെ, പോലീസ് രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ മറുഭാഗത്ത് ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ മറ്റെന്തെങ്കിലും കള്ളപ്പരാതി കൃത്രിമമായി സൃഷ്ടിക്കാൻ പറ്റും, എതിർവിഭാഗത്തെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ കള്ളപ്പരാതി വരുമ്പോൾ അത് കെട്ടിച്ചമച്ചതാകും, സമയമെടുത്തതാകും. അപ്പോൾ പരാതികൾ ഡോക്ടേർഡാവും, ട്യൂട്ടർ ചെയ്തതാവും. അത് ഒഴിവാക്കാനാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നത്. ക്രിമിനൽ കേസിൽ പരാതിക്കാരൻ്റെ ഭാഗം സംരക്ഷിക്കാനും പ്രതി ചേർക്കപ്പെടുന്നതിൻ്റെ ജനാധിപത്യത്തിനും ജനാധിപത്യ അവകാശത്തിനും പൗരസ്വാതന്ത്ര്യത്തിനും ഒക്കെ കണക്കാക്കിയാണ് സുപ്രീം കോടതി പറഞ്ഞത്. എന്താ പ്രതി ചേർക്കപ്പെടുന്നതിൻ്റെ അവകാശം? ഇത്തരം കെട്ടിച്ചമച്ച കേസുകളിൽ പ്രതിയാക്കപ്പെടാതിരിക്കാൻ കൂടിയാണ് പെട്ടെന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യാൻ പറയുന്നത്. സംഭവം ഉണ്ടാകുമ്പോൾ ക്രിമിനൽ കേസിൽ ഒരു പ്രതിയെ വിട്ടുപോകുന്നതിനുള്ള ഡിഫൻസാണ് പലപ്പോഴും യഥാസമയം FIR രജിസ്റ്റർ ചെയ്തില്ല, 5-6 ദിവസം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാണ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അൺറീസണബിളായ ഡിലേ ഉണ്ട്.
അൺജസ്റ്റിഫയബിളായ ഡിലേ ഉണ്ട് എന്നുള്ള വാദം പ്രതിഭാഗം എടുക്കാറ്. അത് പ്രതിയുടെ സംരക്ഷണമാണ്, അതോടൊപ്പം തന്നെ ആവലാതിക്കാരുടെ സംരക്ഷണവുമാണ്. യഥാവിധം പോലീസിൻ്റെ കേസ് കെട്ടിച്ചമയ്ക്കലുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ്. പക്ഷേ പുതിയ നിയമപ്രകാരം പോലീസിന് അനിയന്ത്രിതമായ അധികാരങ്ങൾ ഈ നിയമം BNSS നൽകുന്നു എന്നുള്ളത് നീതിന്യായ രംഗത്ത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്, ഈ നിയമങ്ങൾ കുറേയേറെ കാലത്തെ ജുഡീഷ്യൽ നോട്ടിന് വിധേയമായതാണ്, ജുഡീഷ്യൽ ഇൻ്റർപ്രറ്റേഷന് വിധേയമായതാണ്. അതുകൊണ്ട് രാജ്യത്തെ ഈ നിയമങ്ങളെ സംബന്ധിച്ച് വ്യക്തതയും തീർച്ചയും ഉള്ളതുകൊണ്ട് നീതിന്യായ പരിപാലന രംഗത്ത് ഏറ്റവും ലോവർ റങ്ങിൽ, ഏറ്റവും താഴേക്കടി നിൽക്കുന്ന മജിസ്ട്രേറ്റുമാർ ഉൾപ്പെടെ, വക്കീലന്മാർ ഉൾപ്പെടെ നല്ല വ്യക്തതയോടുകൂടി കേസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഇത് പുതിയ നിയമം വരുന്നതോടുകൂടി ആ വ്യക്തതയും തീർച്ചയുമില്ല. ഇന്നത്തെ കാലത്ത് ഇത്രയും വ്യക്തതയും തീർച്ചയും പഴയ നിയമങ്ങൾ എത്തിച്ചേർന്നത് ഒരു സുപ്രഭാതത്തിലല്ല. ഏതാണ്ട് 19 വർഷമെടുത്താണ് ആ വ്യക്തതയും തീർച്ചയും വന്നത്. നിരവധി വ്യാഖ്യാനങ്ങൾക്ക്, ഏതെങ്കിലും ഹൈക്കോടതി വ്യാഖ്യാനിച്ച തെറ്റാണെന്ന് കണ്ട് സുപ്രീം കോടതി തിരുത്തിയത്, വീണ്ടും അത് സുപ്രീം കോടതി തിരുത്തിയതിന് ഗവൺമെൻറ് നിയമം ഉണ്ടാക്കിയത്, വീണ്ടും അത് സുപ്രീം കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമായത്, അങ്ങനെയെല്ലാമുള്ള ജുഡീഷ്യൽ പ്രക്രിയയിലൂടെ കടന്നു വന്ന നിയമങ്ങളെ പെട്ടെന്ന് മാറ്റുമ്പോൾ പുതിയ നിയമവും ഇതുപോലെയുള്ള നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിരീക്ഷണ അടിസ്ഥാനത്തിൽ, കോടതി സാധുവായതുള്ള പരിശോധന അടിസ്ഥാനത്തിലെല്ലാം രൂപപ്പെട്ടു വരേണ്ടതാണ്. അങ്ങനെ രൂപപ്പെട്ടു വരുന്നതിനിടയിൽ സമയമെടുക്കും. ഏതാണ്ട് 50 വർഷം എത്തിയിട്ട് വർഷം കഴിഞ്ഞിട്ടാണ് പഴയ കാലത്തെ നിയമങ്ങൾ ഒരു വ്യക്തതയിലെത്തിയെങ്കിൽ പുതിയ നിയമകാലത്തെ നിയമവും അതേ നിലയിലേക്ക് വ്യക്തത എത്തുന്നതിന് അത്രയും കാലം നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയുമോ? അതും ഈ കാര്യത്തിൽ ആശങ്കയായി നിൽക്കുകയാണ്. കൂടാതെ ക്രിമിനൽ നടപടി സംബന്ധിച്ച് 2 നിയമം ഇപ്പോൾ നിലനിൽക്കുന്നു. ജൂലൈ 1 കേസെടുക്കപ്പെട്ട ആള്, കുറ്റം ചെയ്തപ്പെട്ട ആള്, അയാൾക്ക് പുതിയ നിയമമാണ്, അയാൾക്ക് പുതിയ നടപടിക്രമമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ പുതിയ നടപടിക്രമം എന്ന് പറയുമ്പോൾ നിയമം പറയുന്നത് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ, ശിക്ഷാർഹമായ തെറ്റ് ചെയ്താൽ, അയാൾ തെറ്റ് ചെയ്യുന്ന ദിവസം ഏതാ നിയമമാണോ പ്രാബല്യത്തിൽ ആ നിയമപ്രകാരമാണ് കേസെടുക്കേണ്ടത്. IPCയും എവിഡൻസ് ആക്റ്റും അങ്ങനെയാണ് ബാധകം. അന്ന് മുതലാണ് ബാധകം. അന്ന് എന്താണോ നിയമം അതാണ് ബാധകം. അതിന് മുൻകാല പ്രാബല്യമില്ല. എന്നാൽ നടപടിക്രമം CRPCക്ക് മുൻകാല പ്രാബല്യമുണ്ട്. ഏത് പ്രകാരം നടപടി എടുക്കണം, ശിക്ഷിക്കുന്നതിനല്ല, തെളിവ് നിയമത്തിനല്ല. ഏതൊക്കെ ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ, മുന്നോട്ടുള്ള വിചാരണയിൽ, കോടതി നടപടികളിൽ ഏത് നിയമം ബാധകമാകും ചോദിക്കുമ്പോൾ ക്രിമിനൽ നടപടിക്രമം മുൻകാല പ്രാബല്യത്തിൽ, മുൻകാല ചെയ്തികൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ പ്രതിയുടെ അവകാശങ്ങൾ ഒന്നും ധംസിക്കപ്പെടാൻ പാടില്ല, പ്രതിക്ക് പ്രിജുഡീഷ്യൽ ആവാൻ പാടില്ല. അപ്പോൾ കോടതികളിൽ പുതിയ തർക്കം ഉയർന്നു വരാൻ വേണ്ടി പോവുകയാണ്. ക്രിമിനൽ വക്കീലുമാരിൽ പ്രതിക്ക് ഹാജരാകുന്ന വക്കീലുമാർക്ക് എനിക്ക് പുതിയ നിയമം പ്രിജുഡീഷ്യലാണ് ഏതെങ്കിലും കാര്യത്തിൽ എന്ന് ന്യായം പറയാൻ പറ്റും. ഏതെങ്കിലും നടപടിക്രമം വരുമ്പോൾ അങ്ങനെയെങ്കിൽ പുതിയ നടപടിക്രമം അവർക്ക് ബാധകമാവില്ല. അപ്പോൾ പഴയ നടപടികൾ എടുക്കണം. തെറ്റ് ചെയ്തത് പുതിയ കാലത്ത്, പുതിയ നിയമത്തിൻ്റെ കാലത്ത്, നടപടിക്രമം പഴയതാവാം. അതുപോലെ തന്നെ ഇതുവരെ തീർപ്പാക്കപ്പെട്ട കേസുകളിൽ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളിൽ പഴയ നടപടിക്രമങ്ങളാണ്, പഴയ കേസുകളാണ്, പഴയ നിയമങ്ങളാണ്, പഴയ ശിക്ഷയാണ്, പഴയ IPC ആണ്. ജൂലൈ 1 മുതൽ വേറെയാണ്. ആ കേസുകൾ കോടതി വിചാരണയിൽ അതിന് പുതിയ നിയമമാണ്. ഒരേ സിസ്റ്റത്തിനകത്ത് ഈ നിയമങ്ങളുടെ ആധിക്യവും ബാഹുല്യവും, വ്യത്യസ്ത കേസുകൾക്ക് വ്യത്യസ്ത നിയമവും എന്നെല്ലാം പറയുമ്പോൾ ഉണ്ടാകുന്ന കൂട്ടക്കുഴപ്പങ്ങൾ സ്വാഭാവികമായി ഉണ്ടാവാൻ പോവുകയാണ്. എന്തിനാണ് ഈ കൂട്ടക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ജനാധിപത്യ അവകാശങ്ങൾ, പൗരാവകാശത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണോ ഈ നിയമങ്ങൾ ഏതെങ്കിലും കൊണ്ടുവന്നത്?
അതൊന്നും ഈ നിയമത്തിലില്ല. എന്നാൽ അതൊക്കെ പഴയ നിയമം ആവർത്തിച്ചിരിക്കുന്നു. എന്നാൽ പുതുതായി കൊണ്ടുവന്ന നിയമങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യ നിഷേധം, പൗരൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു, പോലീസിൻ്റെ അധികാരങ്ങൾ കൂട്ടുന്നു, ഏതെങ്കിലും വിധേന പൗരനെ ജയിലിൽ പിടിച്ചിടാൻ സെഡീഷൻ നിയമത്തിന് പകരം രാജ്യദ്രോഹ മറ്റു രീതിയിലുള്ള രാജ്യദ്രോഹ നിയമവും, അതുപോലെ ഏത് പോലീസിനെ കൊണ്ടും കേസെടുപ്പിക്കാവുന്ന സൗകര്യവും എല്ലാം ഭരണകൂടത്തിന് നൽകുക വഴി അവർ ലക്ഷ്യം വെക്കുന്നത് കൂട്ടിച്ചേർക്കപ്പെട്ട ഇത്തരം കാര്യങ്ങളിൽ മാത്രമാണ്. മറ്റ് കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. കൊളോണിയൽ നയത്തിൽ നിന്ന് മാറ്റം വരുത്തുമ്പോൾ കോളനി കാലത്തെ പൗരാവകാശ ദംശനത്തിൽ നിന്ന് വഴിമാറി, അല്ലെങ്കിൽ പൗരാവകാശം അന്നുണ്ടായിരുന്നതിനേക്കാൾ ഇന്നത്തെ ആധുനിക ജനാധിപത്യ കാലത്തിന് നിരക്കുന്ന നിലയിൽ പൗരാവകാശത്തെ വിസ്തൃതപ്പെടുത്തുന്നതിന് പകരം പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങളിൽ മുഴുവൻ ജനാധിപത്യ നിഷേധം കടന്നു വന്നിരിക്കുന്നു. ആരുടെയും ചർച്ച ചെയ്യാനോ അവസരം ഉണ്ടാക്കിയിട്ടില്ല. 144 MP-മാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയ ദിവസമാണ് അപ്പം ചുട്ടെടുക്കും പോലെ രാജ്യത്തിൻ്റെ ഭരണഘടന കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 നിയമങ്ങൾ, ശിക്ഷാ നിയമവും പൗരാവകാശത്തിൻ്റെ നടപടിക്രമങ്ങളും ക്രിമിനൽ നടപടിക്രമങ്ങളും ഈ നിലയിൽ നിയമമാക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ ജനാധിപത്യ വിരുദ്ധമായ നിയമങ്ങൾ, പൗരാവകാശം ധ്വംസിക്കുന്ന ഒട്ടേറെ നിയമ നടപടികൾ BJP കൊണ്ടുവന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒന്നായി ഇത് നിൽക്കുകയാണ്.